യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്ന് 2026 ജനുവരി 26 പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസത്തെ തലക്കെട്ട് ജസ്റ്റ് എ റിമൈൻഡർ എന്നാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ 2026 പുതിയ വർഷം ആരംഭിച്ചു. നന്നായിട്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നാം എടുത്ത തീരുമാനങ്ങൾ, പ്രതിജ്ഞകൾ നാം പാലിക്കുന്നുണ്ടോ? അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് ജസ്റ്റ് എ റിമൈൻഡർ. നമ്മളെടുത്ത നല്ല തീരുമാനങ്ങളുണ്ടാകും. ഈശോയുടെ അടുത്ത് കൂടുതൽ സമയം ഇരിക്കാം, ജപമാല കൂടുതൽ ചൊല്ലാം, ദൈവവചനം വായിക്കുക, കൂടുതൽ പരിഹാര ജീവിതം നയിക്കുക. അങ്ങനെ ഒത്തിരി തീരുമാനങ്ങൾ. എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകാം, അടുക്കൽ കുമ്പസാരിക്കാം എന്നൊക്കെ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തു കാണും. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. എടുത്ത തീരുമാനങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ? ആ കാര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മകനെ മകളെ, വീണ്ടും ഇതാ നിനക്കൊരു അവസരം. ഇന്നു മുതൽ ആരംഭിക്കുക. ഒരു പക്ഷേ നമ്മൾ തീരുമാനം എടുത്താലും നമ്മൾ ബലഹീനരാണ്, വീണുപോകാം. എടുത്ത തീരുമാനങ്ങൾ പാലിക്കാൻ പറ്റാതെ വരാം. സാരമില്ല. ഇന്ന് അച്ഛനെ കേൾക്കുന്ന ഈ സമയം തൊട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. ആത്മീയതയിൽ ഈ 2026 വർഷത്തിൽ നമുക്ക് കൂടുതലായിട്ട് വളരണം. രണ്ടാമത്തെ ഒരു ചിന്ത, പാപത്തിന് നമ്മൾ അവസരം കൊടുക്കരുത്. സാത്താന് നമ്മൾ അവസരം കൊടുക്കരുത്. പാപകരമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, വസ്തുക്കൾ, സംഭവങ്ങൾ എല്ലാം മാറ്റിവെക്കുക. പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയും, 4-ാം അധ്യായം 27-ാം തിരുവചനം, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിലേക്ക് സാത്താൻ പ്രവേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് പാപം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വർഷം പാപത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. പാപകരമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, വസ്തുക്കൾ എല്ലാം ഉപേക്ഷിക്കുക. ഈ 2 കാര്യങ്ങൾ. ഒന്ന്, കൂടുതലായിട്ട് ആത്മീയതയിൽ വളരുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, എടുത്ത തീരുമാനങ്ങൾ ആത്മപരിശോധന ചെയ്യുക, വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നന്നായിട്ട് പാലിക്കാനായിട്ട് പരിശ്രമിക്കുക. രണ്ടാമതായിട്ട്, പാപകരമായ എല്ലാ വ്യക്തികളെയും സാഹചര്യങ്ങളും ഉപേക്ഷിക്കുക. പാപമായിട്ട് ഒരു കൂട്ടുകെട്ടും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. കാരണം നമുക്കറിയാം, പാപം ചെയ്യുന്ന അവൻ്റെ ജീവന് തന്നെ ശത്രുവാണെന്നാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളത് നശിപ്പിക്കും. ജസ്റ്റ് എ റിമൈൻഡർ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. എടുത്ത തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പാപം ഉപേക്ഷിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.